അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നലെ എൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ എൻ്റെ യാത്ര ഏകദേശം നാടുകാണി വരെ സൈക്കിൾ ഓടിച്ചൊരു ഫ്ലാഗ് ഓഫ് നടത്തി. അതിനുശേഷം നാടുകാണിയിൽ നിന്നും ഷൊർണൂരിലേക്ക് ബസ്സിലും ഷൊർണൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ട്രെയിൻ മാർഗത്തിലാണ് ഇവിടെ വന്നത്. കൂടെ എൻ്റെ ഉപ്പി ഉണ്ടായിരുന്നു എന്നെ ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. കാരണം കന്യാകുമാരിയിൽ നിന്നാണല്ലോ നമ്മുടെ യാത്ര ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിൽ നിന്നൊരു ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരുടെ ഒരു സ്നേഹം, അവരെനിക്ക് തന്ന ആ ഒരു യാത്രയപ്പുണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ ഒരു യാത്രയപ്പ് എൻ്റെ യാത്രയുടെ അത്രയും വലിയൊരു ആത്മവിശ്വാസമായിട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കന്യാകുമാരി വന്നിട്ട് ഈ ബാക്കിൽ കാണുന്ന ഈ പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളോടൊക്കെ പരിചയപ്പെട്ട് അവരോടൊക്കെ എൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ വകയായിട്ട് ഇവിടെ നിന്നൊരു യാത്രയപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും ആഗ്രഹിച്ചിട്ടല്ല, എന്നാലും അവരുടെ വക അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കതിനൊന്നും മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്ര എൻ്റെ മാത്രം വിജയമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും വിജയമാണ്. ഇത്രയും കാലം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടിയ ആ ഒരു ഫ്ലാഗ് ഓഫും ആ ഒരു സ്വീകരണവും യാത്രയപ്പും ഒരുപാട് കാര്യപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള പ്രധാനികളായിട്ടുള്ള ആളുകൾ, അതുപോലെ മറ്റുള്ള മതസ്ഥർ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് എനിക്ക് തന്ന ആ ഒരു യാത്രയപ്പ് വളരെ അതിഗംഭീരമായിട്ടൊരു യാത്രയപ്പായിരുന്നു. അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് മാഞ്ഞിട്ടില്ല, ഒരിക്കലും മായുമില്ല. ഇൻഷാ അല്ലാഹ് യാത്രയപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. എങ്കിൽ മാത്രമുള്ളൂ അതിനുള്ള വിജയം കിട്ടുക. ഈ പള്ളിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ആ ഒരു വിജയമാണ് ഇന്ന് ഇവിടെ ഈ പള്ളിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് സൈക്കിള് നാളെ കന്യാകുമാരിക്ക് എത്തും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തിരിക്കും. ഇൻഷാ അല്ലാഹ് ഈജിപ്ത് വരെ നീളുന്ന ആ ഒരു വലിയ യാത്ര ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം ഈ യാത്രയ്ക്ക് ഞാൻ ശരിക്കൊരു സീറോയിലാണ് ഉണ്ടായിരുന്നത്. ആ സീറോയിൽ നിന്നും എന്നെ ഇതുവരെ എത്തിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഒരിക്കലും ഞാൻ മറക്കൂല. എൻ്റെ എല്ലാ ദുആയിലും പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ഉള്ള എല്ലാ ദുആയിലും അവരൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അവർ ചെയ്യണം. എൻ്റെ കന്യാകുമാരി മുതലുള്ള ഈജിപ്ത് വരെയുള്ള ഒരു വലിയ യാത്രയിൽ ഞാൻ കയറുന്ന എല്ലാ പുണ്യസ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.